ഹായ് ചങ്ങന്മാരെ, വെൽക്കം ബാക്ക് അഗൈൻ. ഷാമിലാണ്. അപ്പം ഇന്നതാ നമ്മളെ സൈക്കിളിന് ചെറിയൊരു പഞ്ചർ കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ ഒരു പഞ്ചർ നമുക്കൊരു വീഡിയോ ആക്കി കൂടാന്ന് ചിന്തിച്ചപ്പോഴാണ് നമ്മളെ ലോങ് റൈഡ് യാത്രകൾക്കൊക്കെ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ചെറിയൊരു വീഡിയോ ആക്കി മാറ്റാമെന്ന് കരുതി. അപ്പോൾ എൻ്റെ സൈക്കിൾ ഇതാ ബാക്ക് വീല് പഞ്ചറായിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ബാക്ക് വീല് ഇതാ മൊത്തത്തിൽ പഞ്ചറായിട്ടുണ്ട്. അപ്പോൾ പഞ്ചറായാലും ആദ്യം തന്നെ നമ്മൾ വണ്ടി തള്ളി കൊണ്ടുപോകുക, പിന്നെ ഓട്ടിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അല്പം പണി കിട്ടും. ഞാനിതാ ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പം നമ്മളെ ഗ്യാരേജ് ഉണ്ട് ഇവിടെ, അങ്ങോട്ട് കയറ്റിയിട്ട് ഇവിടുന്ന് പഞ്ചറെടുക്കാമെന്ന് കരുതി. അപ്പം വീല് പഞ്ചറായി കഴിഞ്ഞാൽ വി ബ്രേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വി ബ്രേക്കിംഗ് സിസ്റ്റം റിലീസ് ചെയ്യണം. അങ്ങനെ നമ്മളെ ബ്രേക്കിംഗ് സിസ്റ്റം ഇവിടുന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഫ്രീ വീലിൽ ചെയിന് ഏറ്റവും ചെറിയ ടീത്തിൽ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറക്റ്റ് ഊരിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വണ്ടി തിരിച്ചിടുമ്പം അതിൽ നമ്മളെ സീറ്റിലും അതുപോലെ തന്നെ ഈ ഒരു ഹാൻഡിൽ ബാർമിലും സ്ക്രാച്ച് വരാക്കാൻ ഇവിടെ 2 ശീലിട്ടിട്ടുണ്ട്. പിന്നെ നമ്മളെ സൈക്കിൾ ഇത് ക്വിക്ക് റിലീസ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ഊരാൻ സിമ്പിളാണ്. മറ്റേ സ്ക്രൂ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അത് ഊരിയെടുക്കാൻ കുറച്ച് റിസ്ക് ആവും. അതായത് സ്പാനറും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ടാവും. നമുക്കിത് കൈകൊണ്ട് തന്നെ ഊരിയെടുക്കാൻ കഴിയും. അപ്പോൾ അതാ കറക്റ്റ് ഈ ഒരു ഡിറൈലർ കുറച്ചിങ്ങോട്ട് പൊക്കുക. അതിന് ശേഷം എന്താ നമ്മളെ വീല് നമുക്ക് ഇവിടുന്ന് കറക്റ്റ് പൊക്കിയെടുക്കാൻ കഴിയും. പിന്നെ ചെയിനും എല്ലാം അങ്ങോട്ട് ഇട്ടാൻ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ വീലുമെന്ന്, അതായത് സൈക്കിളുമെന്ന് നമ്മളെ വീല് വേർപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിതാ ക്വിക്ക് റിലീസ് വെക്കുന്ന ഈ ഒരു സ്ഥലം നമ്മളെ ഒരു തുണി കഷ്ണം വെച്ചിട്ടുണ്ട്. അതിൽ കറക്റ്റ് ക്വിക്ക് റിലീസിൻ്റെ ആ ഒരു ഭാഗം തായ് ഭാഗം വെച്ചിട്ട് പിന്നെ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ടയറിലെ എയർ മൊത്തത്തിൽ ഒഴിച്ച് കളയാന്നുള്ളൊരു പ്രോബ്ലമാണ്. അപ്പം അതിൽ എയർ മൊത്തത്തിൽ ഒഴിച്ച് കളഞ്ഞതിന് ശേഷം മാത്രം വീല് ഊരാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാ ടയറിൻ്റെ എയർ ഇതാ ആദ്യം തന്നെ മൊത്തം പോയിട്ടുണ്ട്. നമ്മൾ പിന്നെ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതാ ഈ ഒരു പോർഷൻ, അതായത് നമ്മൾ ഈ ഒരു കുറ്റി പുറത്തേക്ക് വെക്കുമ്പോൾ ഇവിടെ ഒരു ത്രെഡ് ഇട്ട് മുറുക്കുന്ന ഒരു സിസ്റ്റം, ആ ഒരു നെട്ട് ഊരി എടുക്കണം. ഞാനിതാ നമ്മളെ ഗിയർ വണ്ടിക്കൊക്കെ വീല് ഊരാൻ ഉപയോഗിക്കുന്ന ലിവറാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. നോർമൽ സൈക്കിളിന് നമ്മളെ സ്റ്റീലിൻ്റെ ലിവറാണ് യൂസ് ചെയ്യാറ്. ഗിയർ വണ്ടിക്ക് ഈ ഒരു പ്ലാസ്റ്റിക് ലിവറാണ് യൂസ് ചെയ്യാറുള്ളത്. നമ്മളിപ്പോൾ ആ ക്യാമറ ഒരു സ്ഥലത്ത് ഹോൾഡ് ചെയ്തതിന് ശേഷം 2 കൈയും യൂസ് ചെയ്തിട്ട് ഈ ഒരു ടയർ ഊരും കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് സിമ്പിളാണ് പരിപാടി. അതാ ഒരു ഇതവിടെ ഹോൾഡ് ചെയ്യുക, അടുത്ത ലിവർ ഇടുക, അടുത്ത ടയർ പൊക്കുക, അത് ഹോൾഡ് ചെയ്യുക, നെക്സ്റ്റ് ലിവർ ഇടുക. ഇത് കുറച്ച് ടൈറ്റാണ് കേട്ടോ ഈ ടയർ. ഇത്ര സിമ്പിളായിട്ട് ഊരിയെടുക്കുന്ന ഒരു മെത്തേഡ് ഉണ്ടായിരുന്നു. പക്ഷേ മെത്തേഡ് മീൻസ് ടയർ കുറച്ച് ടൈറ്റ് ആയതുകൊണ്ടാണ് ഇത്രയും റിസ്ക്കി ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ അത് സിമ്പിളായി എടുക്കാൻ കഴിയുന്ന ഒരു ഇതിലോട്ട് എത്തിയിട്ടുണ്ട്. ഈ ഒരു ലിവർ എടുത്തിട്ട് ഇതാ ജസ്റ്റ് ഇങ്ങനെ നീക്കി കൊടുത്താൽ നമുക്ക് ഈ ഒരു ടയർ ഇതിൽ നിന്ന് റിലീസ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇതാ നമ്മളെ കൈക്കൊണ്ട് തന്നെ ഈ ഒരു ടയർ നമുക്ക് ഊരിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെ ടയറിൻ്റെ ഒരു സൈഡ് ഭാഗം ഊരിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്ത സൈഡ് എടുത്തിട്ട് സിമ്പിളായിട്ട് ഇത് ഊരിയെടുക്കാൻ പറ്റും. നമ്മൾ രണ്ടാമത്തെ സൈഡ് ഇതാ ഒറ്റ ലിവർ വെച്ചിട്ടാട്ടോ ഊരുന്നത്. ലിവർ ഊരി ശേഷം എന്താ നമ്മളെ ടയർ മൊത്തം ഇതിൽ നിന്ന് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടയർ ഈ ഒരു റിമ്മിൽ നിന്ന് വേർപ്പെടുത്തിയെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു വീലിൽ നിന്നും ഈ ഒരു ടയറും ട്യൂബും വേർപ്പെടുത്തിയെടുക്കാം. അപ്പോൾ നമ്മളെ കുറ്റി, അതായത് ഈ ഒരു നെക്കിൻ്റെ സൈഡ് ഭാഗം ശ്രദ്ധിച്ചെടുക്കണം. കാരണം അവിടെ കുറച്ച് റയർ ഏരിയയാണ്. അത് കറക്റ്റ് ഊരി എടുത്തിട്ട് ഇതാ നമ്മൾ ടയർ ഇതിൽ നിന്ന് വേർപ്പെടുത്തിയെടുത്തിട്ടുണ്ട്. ടയറിൻ്റെ ഉള്ളിൽ നിന്ന് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം ട്യൂബ് വേർപ്പെടുത്തുക. എന്നിട്ട് ഈ ഒരു ട്യൂബിൽ
എയർ അടിച്ചിട്ട് പഞ്ചർ ഇവിടെ ചെക്ക് ചെയ്തിട്ട് ചേഞ്ച് ചെയ്യുക. പക്ഷേ ലോങ് റൈഡുകളിൽ ഒരു ടൈം പോകുന്നൊരു പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു ഇതിന് നിൽക്കാറില്ല. ഞങ്ങളൊക്കെ പോയ ടൈം എന്ന് പറഞ്ഞാൽ ചെയ്തൊരു ഓപ്ഷൻ പുതിയൊരു എക്സ്ട്രാ ട്യൂബ് നമ്മളെ കയ്യിലുണ്ടാവും. ആ ഒരു ട്യൂബ് വെച്ചിട്ട് ഈ ഒരു ഇതിലോട്ട് നിക്ഷേപിക്കും. അതായത് പുതിയ ട്യൂബ് വെച്ചിട്ട് പിന്നെ ഓടും. അതിന് ശേഷം നമ്മളെ പഴയ ട്യൂബ് രാത്രി റൈഡൊക്കെ ഫിനിഷ് ചെയ്ത് അതേമാതിരി ഫ്രീ ടൈം കിട്ടുമ്പോൾ പഴയ ട്യൂബ് പഞ്ചർ അടിച്ചിട്ട് അത് നമ്മളവിടെ സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ നമ്മൾ ഈ ഒരു ടയറിൻ്റെ ഉള്ളിൽ വരുന്ന എന്തെങ്കിലും മുള്ള് കാര്യങ്ങളൊക്കെ കുത്തിയിട്ടുണ്ടോയെന്ന് നല്ല രീതിയിൽ സൂക്ഷ്മമായി പരിശോധിക്കണം കേട്ടോ. കാരണം നമ്മൾ ചിലപ്പം പുതിയ ട്യൂബ് ഇട്ടിട്ട് പിന്നെ റൺ ചെയ്യുമ്പം ഏകദേശം 1 മണിക്കൂർ അല്ലെങ്കിൽ അരമണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ അടുത്ത പഞ്ചറായി എന്ന് തോന്നും. അതായത് ആദ്യത്തെ ആ ഒരു മുള്ള് വീണ്ടും നമ്മൾ പുതിയ ട്യൂബിൽ കുത്തുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പോൾ ഞാനത് നമ്മളെ പുതിയ ട്യൂബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയ ട്യൂബ് ഒന്ന് നമുക്ക് ഇവിടെ വെക്കാം. അതിനുശേഷം നമ്മളെ റിമ്മിലോട്ട് നമ്മളെ ആദ്യത്തെ ടയർ വീണ്ടും സെറ്റ് ചെയ്തിട്ടാണ്ട് അപ്പോൾ ടയർ റിമ്മിൽ നിക്ഷേപിച്ചു. ഇനി നമ്മളെ നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെ ട്യൂബ് ആ ഒരു ടയറിൻ്റെ ഉള്ളിലോട്ട് ഇടുക എന്നുള്ളതാണ്. അപ്പം ജസ്റ്റ് ഇതാ ഈ ഒരു ഭാഗം ഇങ്ങനെ പുറത്തോട്ട് തള്ളി പിടിച്ചിട്ട് നമ്മളെ ട്യൂബിൻ്റെ ഈ ഒരു നെക്ക് ഇതാ കറക്റ്റ് നോക്കിയിട്ട് ഉള്ളിലോട്ട് ഇടുക കേട്ടോ. അത് ഇടുമ്പോൾ നല്ല ശ്രദ്ധിക്കണം, മറ്റേത് അവിടെ നെക്കിന് പ്രോബ്ലം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ടയറിൻ്റെ ഉള്ളിലേക്ക് നമ്മളെ ട്യൂബ് കറക്റ്റ് ഇങ്ങനെ ഉള്ളിലോട്ട് പിൻ ചെയ്ത് കൊടുക്കുക. അതായത് ഉള്ളിലോട്ട് കറക്റ്റ് മടങ്ങാത്ത രീതിയിൽ കറക്റ്റ് ഉള്ളിലോട്ട് പ്രസ് ചെയ്ത് വെക്കുക. ചില പരിചയമില്ലാത്തവരൊക്കെ ഇട്ട ട്യൂബുകൾ നമ്മളെ അടുത്തേക്ക് നന്നാക്കാൻ വരുമ്പോൾ നമ്മൾ കാണാറുണ്ട് ആകെ മടങ്ങി ചുളിഞ്ഞ് വെക്കുന്ന ട്യൂബിൻ്റെ ഒരു അവസ്ഥ. ഇങ്ങനെ കറക്റ്റ് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആ ടയർ നമുക്ക് വീണ്ടും ആ ഒരു റിമ്മിലോട്ട് അപ്ലൈ ചെയ്യാനും അത് കറക്റ്റ് സെറ്റ് ചെയ്തെടുക്കാൻ നല്ല സുഖമാണ്. നമുക്കെന്തായാലും ഈ ഒരു പമ്പ് വെച്ചിട്ട് നമ്മൾ ടയർ എയർ അടിച്ചെടുക്കണം. അപ്പം ഇതിപ്പോൾ നമുക്ക് ഇതൊരു പുതിയ പാടാണ്. കറക്റ്റ് ഈ ഒരു സാധനം ഇതിൽ അമർത്തി വെച്ചതിന് ശേഷം മാത്രം ഇത് പ്രസ് ചെയ്യുക. അല്ലാതെ ഇത് അടിച്ച് കഴിഞ്ഞാൽ ഇപ്പം പോകുന്ന മാതിരി നമ്മളെ പമ്പിൻ്റെ ഈ ഒരു വാള് ഇവിടുന്ന് റിട്ടേൺ ആയിട്ട് പോരും. അപ്പോൾ കറക്റ്റ് അതിൽ പ്രസ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ കറക്റ്റ് അടിക്കാം. അപ്പോൾ രണ്ടാമതും പോന്നിട്ടുണ്ട്. എന്താ ചെയ്തൊക്കെ കറക്റ്റ് അതിൽ കൊടുക്കും. ഇതൊന്നും ഇപ്പോൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അത് വെച്ചിട്ട് വീണ്ടും അടിച്ചു നോക്കുകയാണ്. ഇപ്പോൾ ഇതാ നമ്മളെ ടയർ കറക്റ്റ് നമ്മളവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ അതാ നമ്മളെ പഴയ സ്ക്രൂ ഉണ്ടല്ലോ, അതായത് ആ ഒരു നെക്ക് ടൈറ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടില്ല ആ ഒരു ബോൾട്ട്, അത് വീണ്ടും നമ്മളവിടെ തന്നെ ടൈറ്റ് ചെയ്ത് വെക്കണം. അതായത് പുതിയ ട്യൂബിൻ്റെ പുതിയ സാധനമായിട്ട് നമ്മൾ വെക്കുന്നത്. അപ്പോൾ നമ്മളെ പഴയ ട്യൂബിൻ്റെ സാധനം ഇങ്ങനെ ഊരിയെടുത്തത് അവിടെ മാറ്റി വെക്കണം. അതായത് ആ ഒരു ട്യൂബ് തന്നെ വെക്കണം, മറ്റത് അത് മിസ്സായി പോവും. അതെല്ലാവരും ശ്രദ്ധിക്കുക. ലോങ് റൈഡുകളിലൊക്കെ അതൊക്കെ മിസ്സാകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. കിട്ടാൻ ചിലപ്പോൾ നമുക്ക് 10-20 കിലോമീറ്റർ പോയാലും ചിലപ്പോൾ ഒരു സൈക്കിൾ ഷോപ്പ് നല്ല ഷോപ്പ് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പം അത് നല്ല രീതിയിൽ ടൈറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് എയർ അടിച്ചെടുക്കണം. അപ്പോൾ അത് നമ്മളെ ടയർ ഇവിടെ വെച്ചിട്ട് ഇതാ ഒരു കാലം കൊണ്ട് ഇവിടെ ചവിട്ടി പിടിച്ചിട്ടുണ്ട്. ചിലപ്പം അധികം ടയറും നമുക്ക് കൈ കൊണ്ട് തന്നെ ഇടാൻ കഴിയും. അതായത് നമ്മളെ ലിവർ ഇല്ലാതെ കൈ കൊണ്ട് തന്നെ ഇടാൻ കഴിയും. അപ്പോൾ ഞാൻ നമ്മളെ വീലിൻ്റെത് ടയർ എന്താ കറക്റ്റ് കൈ കൊണ്ട് അപ്ലൈ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ലാസ്റ്റ് ടൈമൊക്കെ ചെറിയ രീതിയിൽ നമ്മളെ ലിവർ ആവശ്യമുണ്ടാവും. എന്നാലും ഇത് അധിക ട്യൂബും അധിക ഹൈബ്രിഡ് ടയറുകളും കൈ കൊണ്ട് തന്നെ, ഹൈബ്രിഡ് അതുപോലെ തന്നെ റോഡ് ബൈക്കൊക്കെ നമുക്ക് കൈ കൊണ്ട് തന്നെ ഇടാൻ കഴിയും. ഇതിവിടെ എത്തിയപ്പോൾ ലാസ്റ്റ് ടൈം നമുക്ക് ചെറിയ രീതിയിലൊരു ടൈറ്റ് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ലിവർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ ഈ എയറൊക്കെ ടൈറ്റ് ചെയ്തതിന് ശേഷം എന്താ കണ്ടോ, ഇത് ഒന്ന് പൊങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളെ കുറ്റിക്ക് പഞ്ചർ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. സോപ്പ് വെള്ളമൊക്കെ വെച്ചിട്ട് പഞ്ചർ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. അതിന് ശേഷം നമ്മളെ പുതിയൊരു വാൾവ് എടുത്തിട്ട് ഇതാ ഇത് ഹോൾഡ് ചെയ്യാം കേട്ടോ. പുതിയ ടോപ്പ് എടുത്തിട്ട് ഇത് മൂടി വെക്കണം. അതിന് ശേഷം നമുക്ക് നമ്മളെ വണ്ടിയിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ ടയറിലോട്ട് നമ്മളെ വീല് വീണ്ടും സെറ്റ് ചെയ്യാണ്. ഈ ഡിറൈലർ നല്ല രീതിയിൽ ബാക്കിലോട്ട് തള്ളി പിടിച്ചിട്ട് ഇതാ നമ്മളെ ഈ ഒരു ചെറിയ പ്രിവീലിൻ്റെ ഈ ഒരു ടീത്ത് ഇതാ കറക്റ്റ് ചെയിനിലോട്ട് വെക്കുക. താഴോട്ട് അപ്ലൈ ചെയ്യും കേട്ടോ.
അപ്പം കറക്റ്റ് ടൈറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നമ്മളെ കിക്ക് റിലീസ് ടൈറ്റാക്കി കൊടുക്കാം. അപ്പോൾ അത് നമ്മളെ വണ്ടി പഞ്ചറൊക്കെ അടച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഞാൻ ഒറ്റക്കൊള്ളായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറേ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ അത് നമ്മളെ വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി റൈഡ് പോയാലോ? സെറ്റല്ലേ? അപ്പോൾ ഇനിയും ഇതുപോലുള്ള അടിപൊളി സൈക്ലിംഗ് ടിപ്സുകളും അതുപോലെ തന്നെ സൈക്കിൾ റൈഡ്, ട്രക്കിംഗ്, അടിപൊളി വീഡിയോകളും നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.